മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ മുതലാളിയായ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പരിശോധിച്ചോളി. ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ അതിൻ്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടുണ്ടാവില്ല. നിങ്ങൾ മൊത്തം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുള്ള മുഴുവൻ പൈസക്കാരെയും പരിശോധിച്ചോളി. ഓന് ഓൻ്റെ വാപ്പ വാപ്പാൻ്റെ വാപ്പ അതിൻ്റെ വാപ്പ അതിൻ്റെ വാപ്പ ഏതെങ്കിലും ഒരു വാപ്പ സ്വതക്ക കൊടുത്തിട്ടുണ്ടാവും എന്നതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. കാരണം അത്ര ലാഭം ഉണ്ടാകുന്ന വേറെ കച്ചവടം ദുനിയാവിലില്ല. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു നൽകുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര ശമ്പളം ഉണ്ടായാലും എത്ര വരുമാനം ഉണ്ടായാലും വരുമാനത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ സ്വതക്കയുടെ കാര്യത്തിൽ സൂക്ഷ്മത വേണം. ഒരു വിഹിതം എപ്പോഴും സ്വതക്കക്ക് വേണ്ടി മാറ്റിച്ചോക്കി നല്ല ബർക്കത്തേക്കാരം. ഒരു വിഹിതം എപ്പോഴും അത് ദുഃഖത്തിലും സന്തോഷത്തിലും കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ പെരയിൽ ബദരീങ്ങളുടെ പേരിലുള്ള ഒരു നീർച്ചപ്പെട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. മാസം 15 നീർച്ചയ്ക്കുള്ളൊരു പെട്ടി ഉണ്ട് പെരയിൽ വിചാരിച്ചോളൂ. പേരക്കുട്ടി വന്നപ്പോൾ വയറ്റും നോക്കും പനിയാ, വേഗം ഒരു 10 തൊട്ട് എടുത്തുങ്ങാണ്ട് ബദരീങ്ങളെ പെട്ടിയിൽ എൻ്റെ കുട്ടിയുടെ ദണ്ണം മാറട്ടെ ഇട്ടു. ദണ്ണം മാറി. പേരക്കുട്ടി വന്നപ്പോൾ വയറ്റു നോക്കും പനിയില്ല, നടുവോ അപ്പോഴും ഇടണം. അതാണ് നമുക്ക് നിഖ്മത്തിൽ മാത്രം അള്ളാഹുവിനെ ഓർമ്മ വരും, നിഅമത്തിൽ ഓർമ്മ വരൂല. ഇതാണ് നമ്മളൊരു പ്രശ്നം. നിഅമത്തിൽ ഓർമ്മ വരൂല, നിഖ്മത്തിൽ ഓർമ്മ വരും. അതായത് നമ്മളിങ്ങനെ നമുക്ക് വലിയ ശമ്പളം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളി. 1 ലക്ഷം റുപ്യ ശമ്പളം ഉണ്ട്. 50,000 എല്ലാ മാസവും ചിലവാകും, ബാക്കി 50,000 ഇങ്ങനെ ബാക്കിയാവും. ഒരു 10 മാസം കഴിഞ്ഞാൽ 5 ലക്ഷം റുപ്യ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ മൂപ്പർക്ക് ഹെർണിയ, കൊടലിറക്കം അല്ലെങ്കിൽ ഫിസ്റ്റുല, ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. 4.5 ലക്ഷം റുപ്യാണ് ചിലവായി. എന്ത് പറയും? എന്താ ഇപ്പം കാട്ട, പടച്ചോൻ്റെ ഒരു വിധിയല്ലേ എന്ന് പറയും. ആ 50,000 എല്ലാ മാസവും ഏറെ തന്നീന്നത് പടച്ചോൻ്റെ വിധിയല്ല കേട്ടോ. ഈ 4.5 ലക്ഷം റുപ്യ ഒന്നിച്ചാണ് ചിലവായത് ആരെ വിധിയായി? പടച്ചോൻ്റെ വിധിയായി മാറി. ഇങ്ങനെയാണ് നമ്മൾ കാഴ്ചപ്പാടുള്ളത്. വണ്ടി തട്ടിയ ഡേറ്റ് ഭയങ്കര ഓർമ്മയ്ക്കാരം. ആ സ്ഥലമൊക്കെ ഓർമ്മ ഉണ്ടാവും. ആ വളവ്, അതാ 3ാമത്തെ വളവ്, അവിടെയാണ് പണ്ട് ഞാൻ വണ്ടിയായിട്ട് പോയപ്പോൾ തട്ടിയത്. വണ്ടി വാങ്ങിയത് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. നിഅമത്ത് ഓർമ്മയില്ല, നിഖ്മത്ത് ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായാൽ എന്തോരു പല്ലുവേദനയാണ്. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തന്നെ, അല്ലാ എന്തിനാണ് ഇന്നെങ്ങനെ ഇടങ്ങാറാക്കണത് എന്നായി. 23.5 മണിക്കൂർ പല്ലുവേദന ഇല്ലാത്ത ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിഅമത്ത് ഓർമ്മയില്ല, നിഖ്മത്ത് ഓർമ്മയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പ്രശ്നം. ഉസ്താദേ, പെണ്ണിന് 21 വയസ്സായി, കല്യാണമൊന്നും ശരിയായിട്ടില്ല, ഒന്ന് ദ്വാരക്ക് കൊണ്ടിട്ടോ ഒരു കല്യാണം ശരിയാകാനെന്ന്. ദ്വാരക്കണ്ട തന്നെയാണ്, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു 20 കൊല്ലം മുമ്പ് ഒരു ദിവസം രാത്രി 10 മണിക്ക് എൻ്റെ പെണ്ണുങ്ങൾക്ക് പ്രസവവേദന തുടങ്ങിയത് ഓർമ്മ ഉണ്ട് എനിക്ക്? എന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചങ്ങാണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോയത് ഓർമ്മ ഉണ്ടോ? അങ്ങനെ 12:30 ആയപ്പോൾ ബെല്ലടിച്ചിട്ട് നഴ്സിനോട് ചോദിച്ചു, മറിയമ്മൂൻ്റെ വല്ല വിവരവും ഉണ്ടോ? നഴ്സ് പറഞ്ഞു, ഒന്നും പറയാനായിട്ടില്ല പറഞ്ഞു. യാസിനെ ഒതിട്ട് ഇങ്ങനെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു 1:30ക്ക് പിന്നെയും ചോദിച്ചു, വല്ല വിവരവും ഉണ്ടോ? ഒന്നും പറയാനായിട്ടില്ല. 1:45 വെളുത്ത സാരി എടുത്തുങ്ങാണ്ട് നഴ്സ് തല പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, മറിയമ്മ പെറ്റിക്കണു, പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ 18 കൊല്ലം കഴിയുമ്പോൾ നീ ചോദിക്കാതെ നിന്റെ റബ്ബ് 2ാമത്തെ അൽഹംദുലില്ലക്ക് അവസരം തരും. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. ഇതാണ് സംഗതി. നിഅമത്തുകൾ നമുക്ക് ഓർമ്മയില്ല, നിഖ്മത്തുകളെ നമ്മൾ ഓർക്കുന്നു. ഒരു 50,000 ഉറുപ്പ്യ കിട്ടിയെന്ന് വിചാരിച്ചോളി. നമുക്കൊരു 50,000 ഉറുപ്പ്യ കിട്ടി. എവിടെ നിന്നോ കിട്ടി. ഒരാൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഒരു 50,000 ഉറുപ്പ്യ കിട്ടി. 50,000 ഉറുപ്പ്യ കിട്ടിയേക്കിന് നമ്മൾ വിചാരിച്ചു എന്തായാലും പെരൻ്റെ ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടും ഒന്ന് ടൈൽസ് ഇടണം എന്ന് തീരുമാനിച്ചു. പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു, കുട്ടികളൊക്കെ പറഞ്ഞു, എല്ലാവർക്കും സമ്മതമായി. എല്ലാവരും കൂടിയും കുടുംബസമേതം ടൈൽസ് നോക്കാൻ വേണ്ടി പോയി ടൈൽസ് കടയ്ക്ക്.
അങ്ങനെ നല്ല തന്നെ ചൂരും മണമൊന്നും ഇല്ലാത്ത നല്ല ടൈൽസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്തിയ ഐറ്റം നോക്കി ഉറപ്പിച്ച് ബില്ലൊക്കെ അടിച്ച് ബില്ല് കൊടുക്കാൻ വേണ്ടി കീശയിൽ കൈയിട്ടപ്പോൾ അടിയിലൊരു ഓട്ട ഡും 50,000. അതിൽ ഓണ്ട് ബേജാറായിട്ട് പറയും, എന്താ ഇപ്പം കാട്ട, പടച്ചോൻ്റെ ഒരു വിധിയല്ലേ എന്ന് പറയും. ആ 50,000 നൂലുമക്കൂടി ഉണ്ട് ഇറങ്ങിയത് പടച്ചോൻ്റെ വിധിയായിരുന്നില്ല, അത് ഓട്ടയിൽ കൂടിയാണ് പോയത് മാത്രം പടച്ചോൻ്റെ വിധിയാണ്. ഇതന്നെ നമ്മളെ സംഗതി. നിഅമത്തുകൾക്ക് ശുക്റുണ്ടായിരിക്കണം, അപ്പോൾ വർധനവ് തരും. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും. നിങ്ങൾ നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ തന്നാൽ നിങ്ങൾക്ക് ഞാൻ കൂട്ടിത്തരാം. വഇൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്.